ഹലോ, അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ ടയർ ഏകദേശം തീരാറായി. എന്ന് വെച്ചാൽ ഇപ്പം വെറ്റിലൊക്കെ നമുക്ക് അത്ര കോൺഫിഡൻസ് കിട്ടുന്നില്ല. നമ്മുടെ സ്റ്റോക്ക് വന്ന ടയർ തന്നെയാണ്. 21,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. ഇതിന് ട്രാക്ഷൻ കൺട്രോൾ വരാത്തതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഈ പൊടിമണലുള്ളിടത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ ഈ ഭയങ്കര സ്മൂത്ത്, നമ്മളെ ഈ പാർക്കിങ്ങിലൊക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ, ടൈൽസിലൊക്കെ നമ്മൾ കൈ എടുക്കുമ്പോൾ വണ്ടിയുടെ വീൽ കിടന്ന് സ്പിന്നാവും. അപ്പോൾ നമ്മൾ ടയർ മാറാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവിൽ ഇപ്പോഴും ടയർ അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. പിന്നെ നമ്മൾ ഒരുപാട് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ പഞ്ചറിനൊക്കെ ചാൻസ് കിട്ടും. അങ്ങനെ സെൻട്രൽ ഭാഗമൊക്കെ തേഞ്ഞിടക്കുന്നുണ്ട്. മിഷലിൻ റോഡ് 5 ആണ്, എല്ലാവർക്കും അറിയാം. സ്റ്റോക്ക് വരുന്നത് നല്ല ടയറായിരുന്നു. നമ്മൾ ടി വി എസിൻ്റെ ഷോറൂമിലോട്ടാണ് പോകുന്നത്. ഞാൻ ആദ്യം മിഷലിൻ റോഡ് 5 തന്നെ ഇടാനായിരുന്നു പ്ലാൻ. അതിന് ഓൾമോസ്റ്റ് ഒരു പെയറിന് 25,000 ആവും. അപ്പം നമ്മുടെ ക്ലബിലെ ഓണേഴ്സ് തന്നെ, നമ്മുടെ ക്ലബിൻ്റെ മെമ്പേഴ്സ് തന്നെ പറഞ്ഞു ടി വി എസ് പ്രോട്ടോക്ക് ട്രൈ ചെയ്യാൻ. പക്ഷേ അത് എല്ലായിടത്തും കിട്ടത്തില്ല. അവസാനം അവർ തന്നെ പറഞ്ഞ് നമ്മൾക്ക് ക്ലബിൻ്റെ ഇതിൽ നമുക്ക് റേറ്റ് കുറച്ച് എടുത്തു തരാമെന്ന്. അങ്ങനെ റേറ്റ് കുറച്ചാണ് ടി വി എസ് പ്രോട്ടോക്ക് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഷോറൂമിൽ പോകേണ്ടി വരുന്നത്. അവരങ്ങോട്ട് നമ്മൾ എന്തോ ഔട്ട്ലെറ്റിൽ നിന്ന് എന്തോ ഷോറൂമിലോട്ട് അയച്ചു ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ നമുക്ക് ആ ഡെലിവറി ചാർജ് കൂടെ കൂട്ടിയാൽ പോലും നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും ലാഭമാണ്. മെഷീനിൽ അത്രയും വരുന്നുമില്ല. അത്രയും നല്ല, അതിനേക്കാളും നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ ആൽഫ H1 ഇട്ട കുറേ പേര് എനിക്കറിയാം. അവരൊക്കെ പറയുന്നത് അത്ര സുഖമില്ല, പ്രത്യേകിച്ച് ഈ വണ്ടിക്ക്. ഓക്കെ ടയറാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടയറാണ്, അല്ലാതെ വലിയ ഒരു പെർഫോമൻസും ഒന്നും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അത് പ്രോട്ടോക്ക് പക്ഷേ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. നല്ല ഗ്രിപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും 68-ന് ഏറ്റവും ബെസ്റ്റ് ടയർ എന്ന് പറയുന്നത് മിഷലിൻ റോഡ് 5 തന്നെയാണെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. സ്റ്റോക്ക് വരുന്ന ആ ഒരു ഗ്രിപ്പ്. ഇപ്പോൾ വേറെ മറ്റാൾക്കാരെല്ലാം ഇത് തന്നെ മേടിച്ചിട്ട ആൾക്കാരും ഉണ്ട്. അവർ തന്നെ പറയുന്നത് അത് തന്നെയാണ്. പിന്നെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ആണ് ഏറ്റവും വലിയ ഇഷ്യൂ. എന്നാൽ പ്രോട്ടോക്ക് നല്ല ആ ബഡ്ജറ്റിൽ ഏറ്റവും നല്ലൊരു ടയറാണെന്നാണ് പറഞ്ഞത്. നല്ല ഗ്രിപ്പുണ്ട്. എനിക്കൊന്ന് ആകെ മിഷലിൻ റോഡ് 5 ആയിട്ടുള്ള ആകെയുള്ള വ്യത്യാസം ലൈഫാണ്. പ്രോട്ടോക്കിന് മിഷലിൻ്റെ അത്ര ലൈഫ് കിട്ടില്ല, പക്ഷേ ഗ്രിപ്പ് അതുപോലെ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത് യൂസ് ചെയ്യുന്നവർ. ഇപ്പോൾ നമ്മൾ AOG കേരളയിൽ മാത്രമല്ല, AOG ബാംഗ്ലൂരും ഉള്ളതുകൊണ്ട് നമ്മളത് ഇങ്ങനെ രണ്ട് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. റോഡ് 5 ആയിട്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. ഇത്രയും നാളുള്ളതിൽ എനിക്ക് നല്ല ഗ്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഈവൻ ഹൈവേസിലായാലും നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ആയാലും ടയർ നല്ലോണം ഹോൾഡ് ചെയ്യുമായിരുന്നു. ഈവൻ വെറ്റ് ഗ്രിപ്പും അടിപൊളി ഗ്രിപ്പായിരുന്നു. ഞാൻ മഴയത്തൊക്കെ, അന്ന് നമ്മൾ നാട്ടിൽ പോയതൊക്കെ മഴയത്തായിരുന്നു. ആകെ എനിക്കിപ്പോൾ ലാസ്റ്റ് 1-2 വീക്കായിട്ടാണ് നമുക്ക്, അതും നമ്മൾ ഈ പാർക്കിംഗ് ലോട്ടിൽ ഇങ്ങനെ വെള്ളം കിടക്കുന്ന സമയത്ത് നമ്മൾ കൈ എടുക്കുമ്പോൾ വീലിങ്ങനെ സ്പിന്നാവും. അങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ എനിക്ക് ഫേസ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ റോഡിലൊന്നും എനിക്കിതുവരെ ഒരു ഗ്രിപ്പ് ലോസും ഉണ്ടായിട്ടില്ല. കണ്ടില്ലേ, ഇതാണിപ്പോൾ ടയറിൻ്റെ അവസ്ഥ. സെൻട്രൽ ഭാഗം ഫുള്ള് തേഞ്ഞിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. ഫ്രണ്ടിൽ പിന്നെയും കുഴപ്പമില്ല, എന്നാലും തീരെ കുറവാണ്. നമ്മളങ്ങനെ നിയോ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്, നിയോ TVS. ഇനി ഇവിടെ ടയർ ഇരിപ്പുണ്ട്, മാറണം.
അങ്ങനെ നമ്മൾ ടയർ മാറിയിട്ടുണ്ട്. ഇത് ഇച്ചിരി റൗണ്ട് പ്രൊഫൈൽ ടയറാണ്. അതുകൊണ്ട് നമ്മൾ വണ്ടി ഒന്ന് ചരിക്കുമ്പോഴത്തേനും വണ്ടി നല്ലോണം വളവിലേക്ക് കിടക്കുന്ന പോലെ തോന്നും. ടയർ മാറിക്കഴിഞ്ഞപ്പോൾ വണ്ടി ഭയങ്കര സ്റ്റിഫായ പോലെ ഒരു ഫീല്. സസ്പെൻഷനൊക്കെ അതിലൂടെ എയർ പ്രഷറും മാറിയല്ലോ, അതുകൊണ്ടാണ്. ടയർ മാറിയിലുള്ള ഇനിഷ്യൽ ഇമ്പ്രഷനിൽ എനിക്ക് ആകെ തോന്നുന്നത് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ലൈറ്റാണ്. നമ്മൾ വലിയ എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു എഫേർട്ട് തീരെ കുറവായിടുന്നുണ്ട്. അതുകൊണ്ടല്ലേ വണ്ടി ഭയങ്കര നിമ്പിളാവുന്ന പോലെ. ഒന്നെങ്കിൽ പുതിയ ടയറിൻ്റെ ആയിരിക്കണം. പിന്നെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് 1-2 റിവ്യൂവിൽ, ഞാനങ്ങനെയാണ് ടയറിലോട്ട് വന്നത്. വണ്ടിക്ക് ടയറിന് ഭയങ്കര വെയിറ്റ് കുറവാണെന്ന് ഞാൻ കേട്ടു. മേ ബി അതുകൊണ്ടായിരിക്കണം. ഇത് സെയിം സെക്ഷൻ തന്നെയാണ്, പക്ഷേ നമുക്ക് കാണാം, കണ്ടില്ലേ, ഇച്ചിരി റൗണ്ട് പ്രൊഫൈലാണ്. നമ്മുടെ മിഷലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഒരു പൊടിക്ക് റൗണ്ട് പ്രൊഫൈൽ ടയറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡ്ലിങ് നല്ല സുഖമുണ്ട്. പിന്നെ ലോങ് ടൈം യൂസിന് നമുക്ക് പറയാം എങ്ങനെയുള്ളത്. സ്റ്റീൽ റേഡിയൽ ടയറാണ്, കണ്ടില്ലേ. ഗ്രൂസൊക്കെ ഏകദേശം നമ്മുടെ അപ്പോളോ ആൽഫയുടെ സിമിലറാണ്, പക്ഷേ വ്യത്യാസമുണ്ട്. ഈ ടയറിട്ട് നമ്മൾ കുറേ പേര് ട്രാക്കിൽ ഇറങ്ങിയിട്ടുണ്ട്, ട്രാക്ക് ഡേക്സിനൊക്കെ. അതുകൊണ്ട് തന്നെ നല്ല റിവ്യൂസ് ഉള്ള ടയറാണ്. ബെറ്റർ കോർണറിങ് ഗ്രിപ്പൊക്കെ കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ലൈഫ് കമ്പാരിറ്റീവ്ലി കുറവാണ് മിഷലിനേക്കാളും. ബാക്കിയെല്ലാം നമുക്ക് യൂസ് ചെയ്തിട്ട് പറയാം. ഇതാണ് ബേസിക് ലുക്ക് ഓഫ് ദി ടയർസ്. ഇതൊക്കെയാണ് പുതിയ ടയറിൻ്റെ ഇമ്പ്രഷൻ. അതിക്കുള്ളൊന്നും നമുക്ക് പറയാൻ ഇപ്പോഴേ പറ്റത്തില്ല, കാരണം ടയറൊന്നും ബ്രേക്ക് ഡൗൺ ആവാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ ജസ്റ്റ് പുത്തൻ ടയറല്ലേ, അതിൻ്റെ ഔട്ടർ ഇതൊക്കെ ഭയങ്കര ഇതായിരിക്കും, ഹാർഡായിരിക്കും. അതൊന്ന് ഓടി ആ റബ്ബറൊക്കെ ഒന്ന് ഇത് പരുവാകില്ല, നമുക്ക് കറക്റ്റ് ഗ്രിപ്പ് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഇമ്പ്രഷനിൽ എനിക്ക് തോന്നുന്നത് ഭയങ്കര നിമ്പിളാവുന്നുണ്ട്. ഭയങ്കര ലൈറ്റാണ് വണ്ടി. ഹാൻഡിൽ ചെയ്യുമ്പോൾ ഭയങ്കര ലൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ടയർ മാറണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി, കുറച്ച് പ്ലാനൊക്കെ ചെയ്തിട്ട് മാറിയതാണ്. അപ്പോൾ ആ വിവരം നിങ്ങളെയും കൂടെ അറിയിക്കണമെന്ന് വിചാരിച്ചു. കാരണം ഇത് മാറുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ടയർ. ഇനിയും ഡീറ്റെയിൽഡ് റിവ്യൂ ഉടനെ വരും. നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് ഒരു 1000 കിലോമീറ്റേഴ്സ് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. ഈ വണ്ടി ടയർ കൊണ്ട് ഒരു 1000 കിലോമീറ്റേഴ്സ് ഓടിക്കഴിയുമ്പോൾ ഞാനൊരു ഐഡിയ പറയാം എങ്ങനെ ഉണ്ടെന്നൊക്കെ. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.